അല്ല രാത്രി ഒരു പൂള് കണ്ണടച്ചില്ല. ഞാനും ഒരു ചായ കിട്ടിയാ കൊള്ളാരും. എനിക്കും ദോശ ഉണ്ടാക്കിയാലോ? നല്ലതായിരുന്നു. എന്റെ സ്വഭാവം ചില സമയത്ത് എനിക്ക് തന്നെ പിടിക്കത്തില്ല. എനിക്കും പിടിക്കത്തില്ല. ഇനി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് കൊള്ളും. എന്റെ കൊള്ളും 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 കൊള്ളും. എടി എന്റെ തിട്ടേ വന്നിരുന്നിട്ടാണ് നീ ന്യായം പറയുന്നുള്ള ഒരു ബോധം നിനക്ക് വേണം. ഇത് നിന്റെ തിട്ടയല്ലേ, അല്ലാതെ പത്തനംതിട്ടയൊന്നും അല്ലല്ലോ. തിട്ട പോയെന്ന് പറഞ്ഞു നോക്ക്. അന്നേരം നീ നേരത്തെ പറഞ്ഞത് പറ്റും. എന്തോന്ന്? കൊള്ളും 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 കൊള്ളും. എടി പോടിന്ന് വിളിക്കുമ്പം ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കും നീ ഞാൻ ഒന്നെങ്കിൽ ചേച്ചി അനിയത്തി, അല്ലെങ്കിൽ കൂട്ടുകാരി, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ. ഇതൊന്നും അല്ല. ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും ഞാൻ ആരാന്നും അവൾ ആരാന്നിട്ടേ. ഞാൻ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. നീ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. കണ്ടോ 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 എന്റെ ഭർത്താവിന്റെ. എന്ന് മുതല്? എന്ന് മുതലടി? എന്ന് മുതല്? ഇന്നലെ രാത്രി മുതൽ. എനിക്കടി എവിടുന്ന്? ശരിയാ, ചില കെട്ടിയോന്മാര് കുടിക്കും. എന്റെ കെട്ടിയോന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രത്യേകിച്ചും അയാൾക്ക് ചില സമയത്തുണ്ടല്ലോ കുടിച്ചാ നല്ല സ്വഭാവം, കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലും നല്ല സ്വഭാവം. കുടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്തുവാന്നുള്ള ഒരു ബോധം പോലുമില്ല. വെളിവും വെള്ളിയാഴ്ചയൊക്കെ പറയത് കുടിക്കുന്നവരുടെ ഓരോരോ രീതികളാണ്. പക്ഷെ അത് മുതലെടുത്ത് നീ എന്റെ കെട്ടിയോനെ കയ്യും കലാശവും കാണിച്ച് എന്തിനാടി രാത്രിക്ക് രാത്രി ഇവിടെ വന്ന് കയറിയത്? ഇവള് പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഞാൻ ഷാപ്പിലെ കറിവെപ്പുകാരിയാണ്. എവിടെ ഭർത്താവിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഷാപ്പിൽ വന്ന് കള്ളു കുടിച്ച് വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ കറികൾ അങ്ങ് വിളമ്പി കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ വിഷമം കേൾക്കുമ്പോ എനിക്ക് വികാരവതി നീ അപ്പോൾ വിരകമുണർത്തിയ വേദനയും ഇവർക്ക് ശീൽക്കാരോ. മൊത്തം പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ബോധം പോയി. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണ്. ഒരു പുരുഷൻ ഇങ്ങനെ പറയല്ലേ, ബോധമില്ലാത്ത എവരെയും എടുത്തോണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ഇനി മുതൽ ഇതാണ് എന്റെ ഭർത്താവ്. കൂടുതൽ നീ സംസാരിക്കരുത്. അവിടെ പടുതിയും മൊട്ടും കൊണ്ടോ. നിന്റെ പേര്? മീനാക്ഷി. എന്തോ നിന്റെ പേര്? ശാന്തി. ഒരു നീ ഒരു ഹുമ്മിടുമ്പോ കുറഞ്ഞ ഞാൻ ഒരു പായിടണ്ടേ? പായെടുത്തോണ്ട് വാ, എനിക്ക് അകത്ത് കിടന്ന് ഉറങ്ങാം. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി നല്ല ലാല പാടി വന്നപ്പോ പെരക്കകത്ത് കയറ്റാതെ ഇങ്ങനെ ഇവിടെ നിന്നെ അവിടെ ഇരുത്തി ഞാനും അവിടെ ഇരുന്ന് ഉറക്കമുളച്ചത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. തീരുമാനം ഒന്നുമില്ല. ഇന്നോട് കൂടി നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. നീ ഇവിടെ ഇറങ്ങി പോകുന്നു. ഇന്നു മുതൽ ഞാൻ താമസം. നീ പറഞ്ഞിട്ട് വേണ്ട എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോവാൻ. എനിക്ക് തോന്നുമ്പോ ഞാൻ പോവും. പോകുമ്പോ ഒരു കാര്യം, മുളക് പൊടി മല്ലിപ്പൊടി കായ ഇരിക്കുന്ന സ്ഥലം കൂടെ പറഞ്ഞിട്ടേ പോവാവൂ. അതെന്തുവാ? അന്നേരം മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാൻ വെച്ചു കൊടുക്കാൻ. നിന്റെ വീട് അവിടെ അടി. നിന്റെ മണ്ണടി എന്തോയിനാന്നോ അവിടുന്ന് മുളച്ചു പൊന്തി വന്നു. ഈ കിടക്കുന്ന ആളൊന്നും എണീക്കട്ടടി. ആരാന്ന് അപ്പ അറിയാം കേട്ടോ. എണീക്കട്ടെ. പോളം വരട്ടെ. ചേച്ചി തുള്ളുന്നില്ലേ? ഈ ജനറേറ്റർ ഓൺ ആകുമ്പോ തന്നെ ഞാൻ ഓൺ ആകുന്നത്. ഇത് ഞാൻ എന്നും കേൾക്കുന്നതാ. ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടും കേൾക്കുന്നതായിരിക്കും. ഷാപ്പിൽ പോയി 2-3 അടിച്ചിട്ട് വരുമ്പം ഈ ഉടുതുണി ഏത് ഭാഗത്താണ് കിടക്കണമെന്ന് പറയാൻ പറ്റൂല. ഇത് നീ എടുത്ത് ഏത് രീതിയിൽ കൊണ്ടുവരുമെന്ന് അറിയാൻ വയ്യ. മോളെ, എന്തോ ഇന്നലെ അടിച്ചതിന്റെ പ്രശ്നമാണെന്ന് ഡബിളായിട്ടൊക്കെ കേൾക്കും. മോളെ, എന്തോ പ്രശ്നമില്ല. എന്താണ്? എന്താ മോളെ, നിനക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷമോ? എന്റെയും മുഖം കണ്ടട്ടോ. സന്തോഷമാണോ? എന്ത് പറ്റി മോക്ക്? നീ വിഷമിച്ചിരിക്കണം. എന്ത് കാര്യം പറയടി? വിഷമിച്ചിരിക്കുന്ന എന്തിനാന്ന് ഞാൻ തന്നെ പറയണോ? ഞാൻ തന്നെ പറയണോ? ആരാന്നോ? എന്നാ ചുമ്മാ ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ ചുമ്മാ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. നിങ്ങളുടെ വായും കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇതാരാ? അത് ഞാൻ വീട്ടിലെ മീൻകറി ഷാപ്പിൽ വെക്കുമ്പോ ഇങ്ങനെ കിടന്ന് തിളക്കണം. നീ കൂടുതലായിട്ടും തിളക്കൊന്നും വേണ്ട. പറ, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. എനിക്ക് നിങ്ങളുടെ വായിന്ന് തന്നെ അറിയണം. ഇതാരാ? ടഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലൂ വല്ലതും? ഓപ്ഷൻ എ കൂട്ടുകാരി. നോ, നെവർ. ഓപ്ഷൻ ബി
അയൽവാസി. നോ താങ്ക്സ്. ഓപ്ഷൻ സി താങ്ക്സ്. ഭാര്യ. ഓപ്ഷൻ ഡി ഷാപ്പിലെ കറിവെപ്പുകാരി. എക്സാക്ട്ലി യു വിൻ. ഞാൻ ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു. കിട്ടുന്നു, എനിക്ക് കിട്ടുന്നു. എനിക്കറിയാം ഷാപ്പിൽ കറി വെക്കുന്ന ആ പെൺകുട്ടിയല്ലേ. ഇവരുടെ തലക്കറി ഒന്ന് കാണണം. അടിപൊളി, സൂപ്പറാണ്. എന്തിനു നിങ്ങൾ ഇവിടെ വന്നു? ഹോം ഡെലിവറി പ്ലീസ്. എന്താ പറഞ്ഞേ? ഹോം ഡെലിവറി. അതെ, ഈ വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്യാനാ വന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളപ്പോ ആ പ്ലാൻ നടക്കത്തില്ല. നിങ്ങൾ ഇന്നലെ കള്ളു കുടിക്കാൻ പോയോ? പോയി. കള്ളു കുടിച്ചായിരുന്നോ? കുടിച്ചാർന്നു. അവിടെ ചെന്നിട്ട് കല്യാണം കഴിച്ചാർന്നോ? കല്യാണം കഴിച്ചാർന്നില്ല. പിന്നെ ഒരു മറ്റേ എന്തിന്റെ പേര്, കല്ലുമ്മക്കായി കഴിച്ചാർന്നു. ഇവര് തന്ന കഴിച്ചാർന്നു. എന്തൊക്കെയാ പറഞ്ഞത് ഷാപ്പിൽ വെച്ച്? നിന്റെ ഞണ്ടുകറി കൊള്ളാം, പച്ചക്കറി കൊള്ളാം, മീൻകറി കൊള്ളാം, മത്തിക്കറി കൊള്ളാം, അയിലക്കറി കൊള്ളാം, ചൂരക്കറി കൊള്ളാം, എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞല്ലേ? 2-3 കറി കൂടെ കൊള്ളാന്ന് പറ. എന്തിനാ? ആ വാക്കിന് അങ്ങ് പൊയ്ക്കോളൂ. അങ്ങനെ പോയാൽ ശരിയാവൂല. ഈ പെണ്ണ് നാട്ടുകാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴയൂലി. എന്റെ അഭിമാനം എന്തരാവും? വിളിച്ചു വരുത്താം, പെട്ടെന്ന് പൊക്കളയല്ലേ. എടി നാട്ടുകാരുടെ അവിടെ നിൽക്കട്ടെ. നീ എന്തുദ്ദേശം അടി ഇങ്ങോട്ട് വന്നത്? അത് വേറൊന്നുമല്ല, എന്റെ അടുത്ത് അണ്ണനെ ഇഷ്ടാണെന്ന് പറയുന്നതിനപ്പുറം പ്രകടിപ്പിക്കുമായിരുന്നു. പ്രകടിപ്പിക്കും. ഞാൻ ചന്തയിൽ പോയിട്ട് വരുമ്പോ പ്രകടിപ്പിക്കും, ഞാൻ കല്ലെടുത്ത് കൊടുക്കുമ്പം പ്രകടിപ്പിക്കും, പിന്നെ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ പ്രകടിപ്പിക്കും. കല്യാണം കഴിഞ്ഞിട്ട് മക്കളെ നീ പറയാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതൊന്നുമല്ല, ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ മീനിന്റെ തല പൂച്ച എടുത്ത് 1.5 കിലോമീറ്റർ പോയപ്പോ അണ്ണൻ ആ മീൻ തല തിരിച്ചെടുത്തോണ്ട് വന്ന് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു. ഉള്ളത് സത്യം പറയല്ലേ, മീൻ തല എടുത്തോണ്ട് ഞാനാണ് എടുത്തോണ്ട് കൊടുത്തത്. സത്യം. ആ ഒരു നന്ദി ഉണ്ട് അവർക്ക്. എന്നാടി പെട്ടെന്ന് വന്നോ? പോയി അവിടെ നില്ലെന്ന്. നീ വന്നെണ്ണ ഇങ്ങോട്ടൊന്ന് വന്നേ. കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും, ഇത്രയും അടുത്തുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും അണ്ണൻ പ്രകടിപ്പിച്ചില്ല. പക്ഷെ 1.5 കിലോമീറ്റർ അകത്ത് പോയിട്ട് അണ്ണൻ മീൻതല മേടിച്ചോണ്ട് വന്നില്ല. വേറെ കാര്യം കൂടി അണ്ണനെ ഉണ്ട്. അണ്ണൻ ഷാപ്പിരുന്ന് പാടുമ്പോ എനിക്ക് അതൊരുമാതിരി ഇഷ്ടം. ഒരു പാട്ടൊന്നും പാടും. ലഹരിയിൽ ചെറിയ രീതിയിലൊക്കെ, ചെറിയ രീതിയിൽ മദ്യത്തിന്റെ. മദ്യപിച്ചാ മാത്രമല്ല, മദ്യപിക്കാതെ നിങ്ങൾ പാടണം. എനിക്കത് കേൾക്കണം. അണ്ണന്റെ സ്വന്തം ഭാര്യ പറയുന്നത് പാടണം. അവളെ വായിക്കാൻ പാട്ട് ഇപ്പൊ പാടണം. പാടിയതല്ല, തലക്കറി കണ്ടപ്പോ പാടിപ്പോയതാ. പാട്. അവളെ തെളിയിക്കണം. ഞാൻ കള്ളു കുടിക്കാതെ പാടുമെന്ന് എനിക്കറിയണം. പാട്. ആട്ടുംകാട്ടാ എന്നെ ചുറ്റിപ്പറ്റി അയ്യനാര് ഒരു സൈസ് വെട്ട് കത്തി ആട പോറേ എന്നെ പറ്റി പാടുങ്കടാ വായ പൊത്തി കാട്ട വെട്ടി പൊങ്ക വെച്ചാ താലിയെ താ പൊങ്കലടാ അടിയും ഓടയും വിരുന്ന് വെച്ചാൽ വിടിയ ഇരുന്ന് വെച്ചാൽ പോക്കിരി പൊങ്കൽ. ഒരു സൈസ് പോക്കിരി പൊങ്കൽ, പ്രത്യേകതരം പോക്കിരി പൊങ്കൽ, പായസ പൊങ്കൽ, അടയിട്ട പൊങ്കൽ, പഴയിട്ട പൊങ്കൽ, അവിൽ തോനയിട്ട പൊങ്കൽ. ഒന്ന് നിർത്താമോ? തിളച്ച് വരയില്ല, അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെ തോന്നണ ഈ കാര്യം? അമ്മണി അറിഞ്ഞാൽ, ലത അറിഞ്ഞാൽ, രേവതി അറിഞ്ഞാൽ, അണ്ണനൊന്ന് ചിന്തിച്ചു നാണക്കേടല്ലേ? അവരറിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? എന്റെ അടുത്ത് പിണങ്ങും. അല്ല, അവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരല്ലേടി. അപ്പൊ പെട്ടെന്ന് പിണങ്ങി കഴിഞ്ഞാൽ നിന്റെ കൂട്ടുകാരികളല്ലോടി പിണങ്ങി കഴിഞ്ഞാൽ എനിക്കത് വിഷമല്ലേടി. അതുകൊണ്ട് പറഞ്ഞുവിട്. സഹോദരി, ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിന്റെ പുറത്ത് പറ്റിപ്പോയാണ്, ഒന്ന് പോയി തരാം. ഞാൻ പോകത്തില്ല. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഷാപ്പുകാർ പറയുമ്പോ ഞാൻ എന്തോ പറയും? കള്ളി ചെത്താൻ വരുന്നു ചോദിക്കുമ്പോൾ ഞാൻ എന്തോ പറയും? എന്റെ സ്വന്തക്കാർ പറയുമ്പോൾ ഞാൻ എന്തോ പറയും? നാട്ടുകാരെല്ലാരും മുന്നോട്ട് ചോദിക്കും കൂടെ പോയെന്ന് പറയുമ്പോൾ ഞാൻ എന്തോ പറയും? പോകത്തില്ല. അവരെല്ലാരും എന്റെ കമ്പനിക്കാരാണ്, വല്ലപ്പോഴും പറ്റി തരുന്ന ആൾക്കാരാണ് അവര്. ഒരു കാര്യം ഞാൻ പറയാം, ഒന്നെങ്കിൽ അവൾ, ഇല്ലെങ്കിൽ ഞാൻ. ആര് വേണം? എന്നാ ഇപ്പൊ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ പോകും. വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ പോകും. പോന്നാ നിങ്ങൾ പറഞ്ഞത്? പോന്നാ നിങ്ങൾ പറഞ്ഞത്? സംശയമായിട്ട് ചോദിക്കാം. നിങ്ങൾ പോന്നല്ലേ എന്നോട് പറഞ്ഞത്? പോവോ നീ? എന്നെ കളഞ്ഞിട്ട് നീ പോവോ? ഉടവ തന്ന എന്നെ കളഞ്ഞിട്ട് നീ പോവോ? എന്റെ ഹൃദയം
പകുതി വെച്ചിട്ട് പോവോ നീ? അതാണ് പറഞ്ഞത്, അല്ലാതെ പോത്തില്ല. പക്ഷെ എന്നെ നാണക്കേടല്ലേ എന്നെ പറഞ്ഞു വിടണ ബോധക്കേടി പിടിച്ചോണ്ട് വന്നേന്ന് എനിക്ക് മനസ്സിലാവും, നാട്ടുകാർക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പോകത്തില്ല. കാഞ്ചനയുടെ മോൻ ഞാൻ പോകത്തില്ല. പോത്തിരി എന്നെ ഞാൻ പറഞ്ഞിട്ട് കരണ്ടി ചാടും. ഞാൻ എന്നെ പറഞ്ഞിട്ട് ഞാൻ കരണ്ടി ചാടും. അമ്മയാണ് ഞാൻ കരണ്ടി ചാടും. 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 ഞാൻ കരണ്ടി ചാടും എന്ന് പറഞ്ഞാൽ ഞാൻ കരണ്ടി ചാടും. കരണ്ടി ചാടും. കരണ്ടി ചാടും. ഞാൻ ചാടും. ചാടരുതപ്പി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കിണറ്റി ചാടി ആത്മഹത്യയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്താവൂലേ? അതാ അന്തസ്, അതാ അന്തസ്. അത് ഞാൻ വഹിച്ചോളാം. ചാറി ഞാൻ ചാടും. ചാറി ഞാൻ ചാടും. ചാറി ഞാൻ ചാടും. ഞാൻ ചാടും. ആദ്യം മൊത്തം അറിഞ്ഞോട്ടെ. ഞാൻ ഇവിടുത്തെ പുരുഷൻ എന്റെ പുരു എന്നെ ചതിച്ചേ. ഞാൻ കരുതി ചാടാൻ പോവേണേ. ആ ഫോണൊന്നും എടുക്കും. കാര്യം പറയട്ടെ. ഹലോ, എത്ര കുപ്പികളേ? ആനാ സ്ഥാപിച്ചെന്ന് മേടിച്ചാ മതി കേട്ടാ. പിടിച്ചോ. ഞാൻ ചാടും. ഞാൻ ചാടും. ഞാൻ ചാടും. അങ്ങനെ ഞാൻ ചാടണമില്ല. നീ ജീവിക്കാൻ വേണ്ട. അങ്ങനെ അത് തൊലഞ്ഞു പിടിയണ്ണ എന്നെ ഇതിലെ മട്ടക്കയറാൻ പിടി. മക്കളെ ഞാൻ പറയാം. ഇല്ലില്ല, എനിക്ക് ജീവിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ അവള് പിടിയണ്ണ. കാലും പോലും വയ്യ. എന്റെ കാലിച്ചോട്ടി കയറി. എന്റെ കാലിച്ചോട്ടി കയറിക്കും. ഞാൻ വീണാലും വേണ്ടില്ല. സഹായിക്കുമെന്ന് നിങ്ങള് അതായത് പറഞ്ഞു വിടുവാന്നോ? മൊത്തം വെള്ളമാണ് ഇതിനകത്ത്. എനിക്ക് അറിഞ്ഞുവിടാം, എങ്ങനെയാലും പറഞ്ഞു വിടും. കാര്യം ഞാൻ ചെയ്യാം. ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറയാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇവള് ഓടിച്ചാടി പോവും. അത് സത്യമായിട്ട് പോവും. അണ്ണ എന്തിനാ പോന്നത്? എടി ആക്ടിങ് ചുമ്മാതെ അഭിനയിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇവള് ചാടി പൊക്കോളും. ഞാൻ ബാക്കി ഞാൻ ഏറ്റ്. നീ ഇപ്പൊ ചാടൊന്നും. അയ്യോ നീ ഒറ്റ ആത്മഹത്യ ചെയ്യാൻ പോയി. നിന്റെ പേര് ഞാൻ എഴുതി വെക്കോടി. എവിടാ? ഇവിടെ എവിടെ? എവിടെ? വെള്ളത്തില്. വെള്ളത്തിലാ? വെള്ള പേപ്പറിൽ എഴുതി വെക്കുന്നു. നീ ഒറ്റ കാരണമാടി. തോട്ടെ നീ ഒറ്റ കാരണമാ. നീ ഒറ്റ ഞാൻ ചാടും കേട്ടോ. എനിക്ക് വയ്യ. ഞാൻ ചാടും. ആത്മഹത്യ നിന്റെ പേര് എഴുതി വെക്കും കേട്ടോ. കണ്ടോ നീ കണ്ടോ അയ്യോ സാക്ഷി പറയാൻ വയ്യേ. എനിക്ക് എന്റെ ഷാപ്പിലെ കറിയും കാര്യവും മതി. കണ്ടോ കള്ളും കുടിച്ചിട്ട് വന്ന ഓരോ വിദ്യ കാണിക്കുന്നത്. ഇപ്പൊ ആര് സഹിക്കും ഇതൊക്കെ? എനിക്ക് വയ്യ. ഞാൻ ആരോട് പറയും? ശ്വാസം മുട്ടുന്നുണ്ട് ദൈവമേ. എനിക്ക് വയ്യ. ഞാൻ ആരോട് പറയും? എനിക്ക് അറിയത്തില്ല. നാട്ടുകാർ വന്നാ എന്തോ ചെയ്യും. ഞാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റില്ലേ? അവള് പോയില്ലേ? പോയി. കണ്ടോ അവളെ ഇട്ടച്ച് പോയത് കണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഷാപ്പിലോട്ട് ചെല്ലട്ടെ. അവക്കുള്ള പണി ഞാൻ കൊടുക്കണുണ്ട്. ഇനിയും നിങ്ങൾ ഷാപ്പിലോട്ട് പോകുന്നു? പിന്നെ പോയി പകരം ചോദിക്കണ്ടേ? ഇനിയും നിങ്ങൾ ഷാപ്പിലോട്ട് പോകും? നിങ്ങളെ